നമസ്കാരം. ഇന്നിപ്പോൾ നേഷൻ ഫസ്റ്റ് ചാനലിൽ നമ്മോടൊപ്പം ഉള്ളത് കേരള NGO അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഒരു സർക്കാർ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, രണ്ടാമത് പിണറായി വിജയൻ സർക്കാർ, അവരുടെ സർക്കാരിൻ്റെ ഭരണകാലത്തെ അവസാന നാളുകൾ, സാർ, ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കാവോ അത്തരം കോപ്രായങ്ങളൊക്കെ കാട്ടുന്ന, അതായത് ജനത്തിന് മുന്നിൽ ജനത്തെ വിഡ്ഢിയാക്കാൻ കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ, സാർ, അതിൽ അവസാനം എത്തി നിൽക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് തേടിയുള്ള മെസ്സേജ്. തുടർന്ന് അടുത്തത് വരുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഉദ്യോഗാർത്ഥികളുടെ വയസ്സ് 41. JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നു. സർ, എൻ്റെ ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 10 വർഷം, പ്രത്യേകിച്ച് താങ്കളെപ്പോലെ ഉള്ള ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ അവർക്ക് അത്ര കണ്ട് താല്പര്യമില്ലാത്ത, അവർക്ക് രാഷ്ട്രീയ വിരോധികളെന്ന്, അതായത് RSSനേക്കാളും ഇപ്പോൾ കേരളത്തിലെ CPM ഏറ്റവും രാഷ്ട്രീയ വിരോധമുള്ള കോൺഗ്രസ് പാർട്ടിയിലെ അവരുടെ അസോസിയേഷനാണ്. ആ അസോസിയേഷൻ്റെ നേതാവായ താങ്കൾക്ക് അവരിൽ നിന്നുണ്ടായ പീഡനാനുഭവങ്ങൾ നിരവധിയാണ്. നിങ്ങളടങ്ങുന്ന സമൂഹം, അതായത് NGO അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക്. സർ, ഈ പോണ പോക്കിൽ ഈ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയകളെക്കുറിച്ച് എന്താണ് സാർ താങ്കളെപ്പോലെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് പറയാനുള്ളത്? പിണറായി വിജയന്റെ ഭരണം 5 അല്ല 10 കൊല്ലം പൂർത്തിയാക്കുകയാണ്. ഈ പൂർത്തിയാക്കുമ്പോൾ സമസ്ത മേഖലയിലുമുള്ള പൊതുജനങ്ങൾ അസംതൃപ്തരാണെന്ന് മാത്രമല്ല, ഇവിടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തു കൂട്ടിയതെന്നും ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും. അതിലൂടെ സർക്കാർ ജീവനക്കാരുടെ കഴിഞ്ഞ 10 കൊല്ലമായി അവരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ച് അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുപോയ ഒരു ഗവൺമെന്റ് ഈ അവസാന നാളുകളിൽ ചില പ്രീണന നീക്കങ്ങളുമായി കടന്നു വന്ന് ഡാറ്റയൊക്കെ അവരുടെ ചോർത്തിക്കൊണ്ട് നൽകുന്ന മെസ്സേജിലൂടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ആ ബോധ്യം എന്ന് പറയുന്നത് അനുഭവത്തിന്റെ ബോധ്യമാണ്. ആ അനുഭവത്തിന്റെ ബോധ്യം മാറ്റിമറിക്കാൻ ഇനി ഏത് പരസ്യത്തിനും ഒരു മെസ്സേജിനും കഴിയില്ല എന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് വ്യക്തതയുണ്ട്. ഏറ്റവും അവസാനം വന്നത് 10% DA അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു. ആ ഉത്തരവിന് തൊട്ട് മുമ്പ് 3-4 ദിവസം മുമ്പ് 3% DA അനുവദിച്ചു. ആ 13% DA അനുവദിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ആ അനുവദിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇത് വാങ്ങാൻ പോകുന്ന ഓരോ ജീവനക്കാരന്റെയും പേരെടുത്ത് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ പേഴ്സണൽ വാട്സപ്പിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന ഫോട്ടോയും വെച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് കിട്ടി. പക്ഷെ ആ മെസ്സേജ് വായിക്കുന്നവർക്കറിയാം ഇത് ഇപ്പൊ അനുവദിച്ച 13% DA എന്ന് പറഞ്ഞാൽ അത് 2023 ജൂലൈയിൽ തരാനുള്ള DA ആണ്. 3-4 കൊല്ലം വൈകി അനുവദിച്ച ആ DAക്ക് മുൻകാല പ്രാബല്യമില്ല. അപ്പൊ 10%-ഉം 13% DA ഇപ്പൊ ഈ ഗവൺമെന്റ് അനുവദിച്ചപ്പോൾ ഞങ്ങൾക്ക്, കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ആ 2 ഉത്തരവ് അനുവദിച്ച് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഒരു മാസം 10%, അത് ഏപ്രിൽ മാസത്തിൽ 10% ശമ്പളത്തിൽ വർധനവ് ഉണ്ടാകുന്നത് ഒരു മാസമാണെങ്കിൽ, ഈ ഗവൺമെന്റ് കാലാവധി ഒരു മാസമേ ഉള്ളൂ. ആ ഏപ്രിൽ മാസത്തെ ശമ്പളം തരിക എന്നുള്ള ഒരു മാസം മാത്രമേ ഉള്ളൂ. ഒരു മാസമാണെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് 99 മാസത്തെ DAയുടെ കുടിശ്ശികയാണ്. ഇത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കറിയാം. ഇനി എന്ത് മെസ്സേജ് അയച്ചാലും, മുഖ്യമന്ത്രിയെ ചിരിക്കുന്ന ഫോട്ടോ വെച്ച് എന്ത് മെസ്സേജ് അയച്ചാലും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കറിയാം 99 മാസത്തെ DA കുടിശ്ശികയാണ്. ഇത് ഏകദേശം ഒരു 15,000 കോടി രൂപ വരും. ഇത് ഞങ്ങൾക്ക് തരുന്നില്ല. ഇത് ഈ ഗവൺമെന്റിന്റെ ഒരു പോളിസിയായി, അല്ലെങ്കിൽ ഒരു തന്ത്രമായി, ഒരു കുതന്ത്രമായി ഇത് കഴിഞ്ഞ 2019 മുതൽ ഈ ഗവൺമെന്റ് തുടർന്നു വരികയാണ്. 2019 അനുവദിച്ച DAയുടെ കുടിശ്ശിക
PF ലയിപ്പിച്ചിട്ട് തരാത്ത ഗവൺമെന്റാ. ഇത് ജീവനക്കാർക്കറിയാം. ഗവൺമെന്റിനെ ചിലപ്പം ഉപദേശിക്കുന്നവർക്ക് അവർക്കറിയില്ലായിരിക്കും. 2021 മുതൽ DAയുടെ മുൻകാല പ്രാബല്യം തരുന്നില്ല. എന്നാണോ DA അനുവദിക്കുന്നത് അന്ന് മുതൽ മാത്രം. അതല്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന പീരീഡിലും അനുവദിക്കുന്ന റേഷ്യോയിലും DA അനുവദിച്ചു വരുന്നു. DA ശമ്പളത്തിന്റെ ഭാഗമാണ്. ഇന്നിപ്പം ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു മെസ്സേജ് വരുന്നത് തന്നെ ഇത് മുഖ്യമന്ത്രിയുടെ ഔദാര്യം പോലെയാണ്. ഇത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം അവന്റെ അവകാശമാണെന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതി വിധിയുമുണ്ട്. അല്ലെങ്കിൽ ജോലി ചെയ്താൽ കൂലി കൊടുക്കുമ്പം കൂലി കൊടുത്തിട്ട് ആ കൂലി കിട്ടിയതിന് ശേഷം ഇതാ നിനക്ക് കൂലി, ജോലി ചെയ്തതിന്റെ കൂലി ഈ കഴിഞ്ഞ 6 കൊല്ലമായി ഞാൻ പിടിച്ചു വെച്ചിരുന്ന കൂലി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, നിങ്ങളെ കൂടെയാണ്, ഞങ്ങളെ ഒപ്പം വരും. എന്ത് മെസ്സേജാ ഇതൊക്കെ? ഇതൊക്കെ അല്പത്തരമാണ്. ഇതൊന്നും കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പോസ്റ്റിലിരിക്കുന്ന ഒരു ഓഫീസിൽ നിന്നോ ഒരു മുഖ്യമന്ത്രിയോ ചെയ്യാൻ പാടില്ലാത്തതാ. ഇങ്ങനെയല്ല. ഇത് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. ആ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ട് 3 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുക. 3 മാസം കഴിഞ്ഞ് ഈ ഗവൺമെന്റ് ഉണ്ടോ? ഈ ഗവൺമെന്റ് 15 ദിവസം കൂടെ കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ ഗവൺമെന്റ് കെയർ ടേക്കർ ഗവൺമെന്റ് ആവും. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശമ്പള പരിഷ്കരണം തരേണ്ടത് 21 മാസങ്ങൾക്ക് മുമ്പാണ്. ആ 21 മാസങ്ങൾക്ക് മുമ്പ് ശമ്പള പരിഷ്കരണം തരണമെങ്കിൽ അതിനും 10 മാസം മുമ്പ് ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കണം. അതൊക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. 8ാം ശമ്പള കമ്മീഷനെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് 9 മാസം മുമ്പാണ്. അതുകൊണ്ട് കൃത്യമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. ഇത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ അരിയർ. ആ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചപ്പോൾ അന്നും 21 മാസം വൈകി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. കമ്മീഷൻ വെച്ചല്ല. ഈ ഗവൺമെന്റ്, പിണറായിയുടെ 1ാം ഗവൺമെന്റ് 21 മാസം വൈകി ശമ്പള പരിഷ്കരണം 11ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നാളിതുവരെ 1 രൂപ പോലും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കിട്ടിയിട്ടില്ല. പിന്നെ ആദ്യ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും തരാതെയാണ് 2ാം ശമ്പള കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് പറയുന്നത്. ഇവർക്ക് ടേംസ് ഓഫ് റെഫറൻസ് പ്രഖ്യാപിച്ചിട്ടില്ല, ഇവർക്ക് ഓഫീസ് പ്രഖ്യാപിച്ചിട്ടില്ല. കസേര പോലും കിട്ടാതെ, സാധാരണ ഇതിലൊരു ഓഫീസും കസേരയും കിട്ടുമ്പോൾ തന്നെ 3 മാസം കഴിയും. അപ്പം ഇത് വീണ്ടും ജീവനക്കാർക്ക് ബോധ്യമാണ്. ഈ ജീവനക്കാരെ പറ്റിക്കുന്നതാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഏറ്റവും അവസാനം PSC അപേക്ഷകരുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ടിറക്കി. ഇപ്പം SC/ST യിൽപ്പെട്ടവർക്ക് പിന്നെ അവരുടെ പ്രായപരിധി 45 വയസ്സായിരിക്കുക. 45 വയസ്സെന്ന് പറഞ്ഞാൽ 45 വയസ്സ് പൂർത്തിയാകുമ്പോൾ അപേക്ഷ കൊടുക്കാം. അത് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് കാലാവധി ആ ലിസ്റ്റ് വന്നാൽ കാലാവധി തീരുന്നവരെ അവർക്ക് 46, 47, 48 വയസ്സ് വരെ എന്ത് ചെയ്യാം? ജോലിയിൽ കയറാം. ഞാൻ ചോട്ടെ, 48 വയസ്സിൽ ജോലിയിൽ കയറുന്ന ആള് 56 വയസ്സിൽ നിന്ന് റിട്ടയർ ചെയ്യുക. അപ്പൊ 10 കൊല്ലം പോലും സർവീസ് കിട്ടാത്ത രീതിയിൽ എന്തിനാ ഇത് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതിനകം ഇവിടെ കേരളത്തിലെ ഏകദേശം 5,20,000 ജീവനക്കാരുള്ളതിൽ ഇന്നിപ്പോ 2,40,000 ജീവനക്കാർക്ക് അവരുടെ പെൻഷൻ പ്രായം 60 വയസ്സാണ്. കേരളത്തിലെ ഡോക്ടർമാരുടെ, മെഡിക്കൽ മേഖലയിലെ ഡോക്ടർമാരുടെ പെൻഷൻ പ്രായം 60 വയസ്സാണ്. അവിടുത്തെ പ്രൊഫസർമാരുടെ, അധ്യാപകരുടെ പെൻഷൻ പ്രായം 62. കേരളത്തിലെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ പെൻഷൻ പ്രായം 62. അപ്പം വളരെ തുച്ഛമായ ഒരു ഭാഗം മാത്രമാണ് 56 വയസ്സിൽ നിൽക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ 58ഉം 60ഉമാണ്. അപ്പം പെൻഷൻ പ്രായം അങ്ങനെയാണെങ്കിൽ ഏകീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ PSCയുടെ അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിക്കേണ്ടത്. അപ്പൊ അത് വർദ്ധിപ്പിക്കാതെ ഇത് മാത്രം ചെയ്തു വെച്ചത് കൊണ്ട് ഏതൊരു പ്രയോജനവും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഏജ് ഓവറായി നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേർ റാങ്ക് ലിസ്റ്റുകളിൽ കടന്നുകൂടിയതിന് ശേഷം അടുത്ത ഏറ്റവും ബ്രിമ്മിൽ നിൽക്കുന്ന, ഇപ്പം PSC നിയമനം നടക്കുമ്പോൾ അതിനകത്ത് 1ാം റാങ്കുകാരായ 3 പേർക്ക് നിയമനം കിട്ടിയില്ല. 3 കൊല്ലം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തതാ. 1ാം റാങ്കുകാർ. ഒരിക്കലും ഒരു PSCയെ സംബന്ധിച്ചോളം PSC ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് ഒരു ഒഴിവെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ PSC നോട്ടിഫിക്കേഷൻ വിളിക്കാറുള്ളൂ. അല്ലെങ്കിൽ അപ്രതീക്ഷിത ഒഴിവെന്ന് പറഞ്ഞ് വിളിക്കുന്നത് നിരന്തരം വേക്കൻസി വരുന്ന LD ക്ലർക്ക് അതുപോലുള്ള തസ്തികകൾ മാത്രമാണ്. മറ്റേതൊരു തസ്തികയിൽ വിളിക്കുമ്പോഴും ഒരു ഒഴിവെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ PSCക്ക് നോട്ടിഫിക്കേഷൻ ക്ഷണിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ഒഴിവില്ലാതെ എങ്ങനെയാ PSC നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത്? അപ്പൊ ആ ഒഴിവിലേക്ക് ആ ലിസ്റ്റ് ഇട്ടിട്ട് 1ാം റാങ്കുകാരിക്ക് അതിനകത്ത് നിയമനം കൊടുക്കാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. വളരെ വളരെ ഈ യുവജനങ്ങളെ, അതായത് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസമുണ്ടല്ലോ, ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് കേരളത്തില്.
ഇവിടെ നാട് കടത്തപ്പെടുകയാണ്. ഇവിടുത്തെ യുവതി യുവാക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക്, മുമ്പ് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയി പഠിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനാർത്ഥം അവർ പോകുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഏജൻസികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗവൺമെന്റ് ഇവിടെ നിലപാടെടുക്കുകയാണ്. അപ്പൊ ഇവിടെ PSCയിലെ LD ക്ലർക്കിന്റെ അപേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്ത് ഓർമ്മിക്കുന്നുല്ലോ, 1,10,000 അപേക്ഷകരുടെ എണ്ണം കുറവാണ്. ഇവിടെ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ അപേക്ഷകരുടെ എണ്ണം 1 ലക്ഷം കുറവാണ്. ഇവിടെ അപേക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധ്യം കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അവർ പോകേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസുകളിലാണ്. കാരണം ഇന്ന് 5,20,000 ജീവനക്കാരുണ്ടെങ്കിൽ അതിൽ 3 ലക്ഷം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരാണ്. ഇന്ന് ഒരു പഞ്ചായത്ത് ഓഫീസിൽ കയറി നോക്കിയാൽ അവിടെ ഇരിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ്, അവിടെ ഇരിക്കുന്ന പ്രോജക്ട് അസിസ്റ്റന്റ്, അവിടെ ഇരിക്കുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, അവിടെ ഇരിക്കുന്ന NRESിലെ ഓവർസിയർമാർ, അവിടെ ഇരിക്കുന്ന AE, അവിടെ ഇരിക്കുന്ന ഇന്ത്യൻ എന്ന് പറയുന്ന പോസ്റ്റ്, താൽക്കാലിക ജീവനക്കാരെ കുത്തി നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഇപ്പം കേരളം ഭരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി പറഞ്ഞാൽ 1,25,000 കോടി രൂപ അവരുടെ മാസ ശമ്പളത്തിൽ നിന്നും, അവർക്ക് വർഷം തോറും ലഭിക്കേണ്ട ലീവ് സറണ്ടറിൽ നിന്നും, അവർക്ക് കഴിഞ്ഞ 6 കൊല്ലം മുമ്പ് നൽകേണ്ട ശമ്പള പരിഷ്കരണ അരിയറിൽ നിന്നും 1,25,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ഞങ്ങൾ നിന്നും തട്ടിപ്പറിച്ച തുക കൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ധൂർത്ത് നടത്തുന്നത്. അല്ലെങ്കിൽ കിഫ്ബി പോലുള്ള ചില കാര്യങ്ങളിലെ വികസന പ്രവർത്തനം നടത്തുന്നത്. അവിടെ 1 ലക്ഷം കോടി ചിലവാക്കിയെന്നാണ് ഇവർ പറയുന്നത്. ആ 1 ലക്ഷം കോടി അവിടെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 1,25,000 കോടി ഞങ്ങളിൽ നിന്നും കവർന്നെടുത്തത. ഞങ്ങൾക്ക് കഴിഞ്ഞ 2021 മുതൽ ഞങ്ങളെ മുൻകാല പ്രാബല്യം തരാത്തതുകൊണ്ട് DA തരുന്നില്ല. ആ DA തരാത്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ DA ഇനത്തിൽ മാത്രം നഷ്ടപ്പെടുന്നത് 65,000 കോടിയാണ്. 30,000 കോടി രൂപ ലീവ് സറണ്ടർ ഇനത്തിൽ നമുക്ക് തരാത്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നു. അതുപോലെ 5,500 കോടി രൂപ കഴിഞ്ഞ പേ റിവിഷന്റെ അരിയർ തരാത്തതിലൂടെ നമുക്ക് ലഭ്യമാകുന്നില്ല. ഇതിനോടൊപ്പം DA തരാതെ വിരമിച്ചവർ, സർവീസിലുള്ളവർ, അവരെ ടെർമിനൽ സറണ്ടർ, അവരെ DCRG അടക്കം ഈ DA അനുവദിക്കാത്തത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം 30,000 കോടി രൂപ വരും. എല്ലാം കൂടെ ചേർത്താൽ 1,25,000 കോടിക്ക് അപ്പുറത്ത് വരും. പിന്നെ ഈ വൈകിയ ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം അത് കിട്ടാതെ അതും കോടികൾ വരും. ഇതിനും അപ്പുറത്തേക്ക് മെഡിസെപ്പ് പോലുള്ള ചില ഉഡായിപ്പ് തട്ടിപ്പ് പരിപാടികളും ഈ ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഒരു ആനുകൂല്യവും നാളിതുവരെ നൽകാതെ ഇപ്പൊ 1-2 ഉത്തരവുകൾ ഇറക്കി 1 മാസം കൊടുക്കും എന്ന് പറയുന്നിടത്താണ് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ തട്ടിപ്പ് കേരളത്തിലെ ജീവനക്കാർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 2 വോട്ടിന് വേണ്ടിയുള്ള ഈ ശ്രമങ്ങൾ, ഈ ഡാറ്റ ചോർച്ച, ഇത് പിന്നെ എന്താ പറഞ്ഞേ, ശരിക്കും ചീഫ് മിനിസ്റ്റർ അല്ല, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അല്ല, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് ഇന്നലെ KC വേണുഗോപാൽ ഞങ്ങളുടെ ഒരു സമര പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ ഇത് മോഷണം നടത്തുവാൻ നേതൃത്വം കൊടുക്കുകയാണ്. ഡാറ്റ എന്ന് പറയുന്നത് അത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. അത് ഞങ്ങളുടെ സ്പാർക്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള, ഞങ്ങളുടെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ അടക്കമുള്ള ഡീറ്റെയിൽസ് ഗവൺമെന്റിന് അത് ചോർത്താൻ ഒരു അവകാശവുമില്ല. മറ്റൊരു വകുപ്പാണ്, IT വകുപ്പാണ് അത് ചെയ്തത്. ഇന്നലെ ഹൈക്കോടതി കൃത്യമായി അതിനകത്ത് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി മേലാൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള മെസ്സേജ് ബെനിഫിഷ്യറിക്ക്, സർക്കാർ ജീവനക്കാർക്ക് അയക്കാൻ പാടില്ല എന്ന് കൃത്യമായി ഇന്നലെ ഹൈക്കോടതി, ഞങ്ങളുടെ ജീവനക്കാർ അതിനകത്ത് കേസുമായി പോയത്, കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോടതിയാണ് ഏറെക്കുറെ ചില കാര്യങ്ങളെങ്കിലും ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇനി എത്ര പരസ്യം ചെയ്താലും എന്തൊക്കെ മെസ്സേജ് അയച്ചാലും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം, ഇത് വോട്ടിന് വേണ്ടിയുള്ള പരിപാടി അല്ലാതെ മറ്റൊന്നുമല്ല. കഴിഞ്ഞ വർഷങ്ങളായി നമുക്കുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് പോകുന്ന ഈ ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ഈ ഗവൺമെന്റ് മാറേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനും ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെ സംഘടന കൃത്യമായി വിശ്വസിക്കുന്നത്. അത് ഈ ഗവൺമെന്റ് നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ സമരം ഇന്നലെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ജീവനക്കാർ സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സമര പരിപാടി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇന്നലെ സെക്രട്ടേറിയറ്റിന്റെ 4 ചുറ്റും വളഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് കേരള NGO അസോസിയേഷൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്നലെ നടത്തിയത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി NGO അസോസിയേഷൻ അതിനകത്ത് മുന്നോട്ട് പോകും. മറ്റു ജീവനക്കാരും മറ്റ് സംഘടനകളും
ചില അടിമ കൂട്ടങ്ങളെ പോലെ നിൽക്കുന്ന ചില ഭരണപക്ഷ സംഘടനകൾ ഇടയ്ക്കൊക്കെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി ഇറങ്ങിയാലും അവരുടെ അണികൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് മുൻകാല പ്രാബല്യമില്ല, ഞങ്ങൾക്ക് കുടിശ്ശികയുണ്ട് എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോ 2021 മുതൽ ഇതുവരെ 286 മാസത്തെ DA കുടിശ്ശികയാണ് ഈ ഗവൺമെന്റ് കവർന്നെടുത്തത്. ലീവ് സറണ്ടർ 6 കൊല്ലമായി തരാതിരിക്കുന്നു, ആ തുക പിടിച്ചു വച്ചിരിക്കുന്നു. ഇങ്ങനെ കോടികൾ, അതായത് ഇതൊന്നും പുതിയ ആനുകൂല്യമല്ല. അപ്പോൾ ഇത് സമയപരിമിതി മൂലം ഇടപെടുകയാണ്. അപ്പോൾ സാർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സാർ ഇപ്പോൾ അവസാനം പറഞ്ഞു വെച്ച ഈ അടിമക്കൂട്ടങ്ങൾ, അതായത് ഭരണത്തിലിരിക്കുന്നവരുടെ അടിമകളായിട്ടുള്ള മറ്റ് അസോസിയേഷൻകാർക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ NGO അസോസിയേഷനാണ്, മറ്റത് ജോയിന്റ് കൗൺസിൽ, NGO യൂണിയൻ, അവർക്കൊക്കെ ഇത് മനസ്സിലാകുമെന്നും ഭരണവിരുദ്ധ വികാരം, അതായത് താങ്കൾ അടങ്ങുന്ന NGO അസോസിയേഷനും മറ്റ് സംഘടനകളും ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കും എന്ന് തന്നെ കരുതാം അല്ലെ? അതിന്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അതിനേക്കാൾ ശക്തമായ താക്കീതായിരിക്കും ആ സംഘടനയ്ക്കകത്തുള്ള നല്ലൊരു വിഭാഗം ഈ ഗവൺമെന്റ് നീക്കത്തിനെതിരെ. അത് മാത്രമല്ല, പങ്കാളിത്ത പെൻഷൻ, അത് അറബിക്കടൽ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് 10 കൊല്ലമായിട്ടും ആ പങ്കാളിത്ത പെൻഷൻ മാറ്റി പഴയ സ്റ്റാറ്റ്യൂട്ടറിയിലേക്ക് പോകാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. പങ്കാളിത്ത പെൻഷൻകാർ 2 ലക്ഷത്തിന് പുറത്ത് ജീവനക്കാരുണ്ട്. ആ ജീവനക്കാരും അവരുടെ കുടുംബവും കൃത്യമായി വാക്ക് പറഞ്ഞു പറ്റിച്ചതിന്, വഞ്ചിച്ചതിന്, അത് മാത്രമല്ല അവരുടെ ആനുകൂല്യങ്ങൾ പലതും കവർന്നെടുത്തതിന് ഈ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതും ഈ വരുന്ന ഇലക്ഷനിൽ ഉണ്ടാകും. ഈ മറ്റ് NGO യൂണിയൻ അടക്കമുള്ള മറ്റ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ പോലും ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയം ഇതാണ് എന്നുള്ള ബോധ്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ആകമാനമുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നന്ദി. താങ്ക് യു. താങ്ക് യു.